നമുക്കൊക്കെ ഏറെ അഭിമാനിക്കാൻ സാധിക്കുന്ന യൂസഫ് അലി. അദ്ദേഹം എങ്ങനെയാണ് ആദ്യം UAE പോയത്? ഷിപ്പിൽ UAE എത്തുന്നു, അവിടെ ഒരു ബന്ധുവിൻ്റെ ചെറിയൊരു സ്റ്റോറിൽ ജോലി ചെയ്യുന്നു. അവിടെ നിന്നുമാണ് അദ്ദേഹം ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഈ പറഞ്ഞ കഥകളിലൊക്കെ തന്നെയും നമ്മൾ ഒറ്റ കാര്യമാണ് പറഞ്ഞു പോകുന്നത്: ക്ഷമ എന്നതും ലോങ് ടൈം എന്നതും കൺസിസ്റ്റൻസി എന്നതും എന്നുള്ള 3 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷമ തന്നെയാണ്. അതായത് ഞാനീ പറഞ്ഞു വരുന്ന എല്ലാം നമ്മുടെ പഴയ SAPയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. SAP തുടങ്ങാൻ എളുപ്പമായിരുന്നു. ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കേട്ടിട്ടോ വായിച്ചിട്ടോ ഒക്കെ നമ്മൾ ആരംഭിച്ചു. പക്ഷേ നമുക്ക് ക്ഷമയില്ല, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് പലപ്പോഴും നമുക്കിത് ടെൻഷനാവും. കാരണം നമ്മളൊരു 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തിരിക്കട്ടെ, ഒരു 6 മാസമായി 1 വർഷമായി, എന്നിട്ടും പ്രോഫിറ്റിലെത്തുന്നില്ലല്ലോ, ഇതെനിക്ക് ശരിയാവില്ല, ഇതെല്ലാം പ്രശ്നമാണ് എന്ന് ഓർക്കുന്ന ഒരു ചെറിയ സമൂഹമെങ്കിലും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങുന്നത്. ഇനിയും ഇതെല്ലാം പറഞ്ഞാൽ മാത്രം പോരായല്ലോ, ഇത് നിങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുവാൻ വേണം അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം 1-2 ഫണ്ടുകളെങ്കിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ എങ്ങനെയായിരുന്നെന്നുമൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം.